കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ തലത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലയും ഗീത IAS-നായിരുന്നു. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ ഗീത IAS നവീൻ ബാബുവിൻ്റെ വിഷയം മാത്രമായിരുന്നില്ല അന്വേഷിച്ചത്. അവിടെയുള്ള ഖനന മാഫിയയെക്കുറിച്ചും അവിടെ അനധികൃതമായി ലൈസൻസ് അനുവദിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തി. വാസ്തവത്തിൽ ആ അന്വേഷണമാണ് ഇപ്പോൾ കണ്ണൂരിലെ CPIM നേതൃത്വത്തെ തന്നെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ ഇരുന്ന സമയം മുഴുവൻ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണമാണ് ഗീത IAS ഇതിന് പിന്നാലെ നടത്തിയത്. അതിൽ നിന്നും നിർണായകമായ ഞെട്ടിക്കുന്ന തെളിവുകൾ പലതും പുറത്തു വന്നിരിക്കുന്നു. അത് ഒരിക്കലും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയിലേക്ക് സമർപ്പിക്കാനോ യാതൊരു രീതിയിലുള്ള താല്പര്യവും കാണിക്കാതെ കണ്ണൂരിലെ CPIM നേതൃത്വത്തിന് ഫേവറബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് അവരുടെ താല്പര്യം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് ഗീത IAS കൃത്യമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ സംഭവങ്ങൾ കൈമാറാനുള്ള നയം സ്വീകരിക്കുന്നത്. നമുക്കറിയാം, അവർ കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥയാണ്, IAS-കാരി കൂടിയാണ്. അങ്ങനെയുള്ള അവർക്ക് സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർണായക നീക്കം നടത്താൻ അവസരം ലഭിക്കും. അത് കൃത്യമായി ഉപയോഗിച്ചിരിക്കുകയാണ് അവർ. മാത്രമല്ല, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അഴിമതിയുടെ നിറകുടം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന നിരവധി സാഹചര്യ തെളിവുകൾ മുൻപും റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. ഗീത IAS ചുമതലയേറ്റ നാൾ മുതൽ തന്നെ അവിടെ അനധികൃതമായിട്ടുള്ള ചെങ്കൽ മാഫിയയുടെയും ഭൂമാഫിയയുടെയും അതുപോലെ കളക്ടർ അരുൺ K. വിജയൻ നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ചും കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. അരുൺ K. വിജയൻ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാതലായ പങ്ക് വഹിച്ചു എന്നുള്ള ഒരു ആരോപണം ശക്തമായി തന്നെ അവിടുത്തെ സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതാണ്. കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും കളക്ടർ അരുൺ K. വിജയനെ മാറ്റണം എന്ന് ഏകപക്ഷീയമായി തീരുമാനമെടുത്തവരാണ്. എന്നിട്ടും CPM-ൻ്റെ പിടിവാശിയും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വലിയ തോതിലുള്ള സഹായവും കൊണ്ടാണ് അരുൺ K. വിജയൻ ആ തൽസ്ഥാനത്ത് തുടരുന്നത്. ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു പുഞ്ചിരിയുമായി എല്ലാവരുടെയും മുമ്പിലൂടെ വിലസി നടക്കുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. നവീൻ ബാബുവിൻ്റെ തേജാവധം, അതായത് അദ്ദേഹത്തിനെ വേദിയിൽ വിളിച്ചിരുത്തി അപമാനിച്ച ദിവസം മുഴുവൻ അദ്ദേഹം ആർത്ത് രസിച്ച് ചിരിക്കുകയായിരുന്നു. ദിവ്യയുടെ കൃത്യമായ പ്ലാനിങ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് കളക്ടർ അരുൺ K. വിജയനാണ്. അരുൺ K. വിജയൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിവ്യയ്ക്ക് ജാമ്യം പോലും ലഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗീത IAS-ൻ്റെ നിർണായക ഞെട്ടിക്കുന്ന വിവരം എത്രത്തോളം ദിവ്യയ്ക്കും അരുൺ K. വിജയനും പ്രശ്നമാകും എന്ന് വ്യക്തമാകുന്നത്. ഇരുവരും അഴിമതിക്കാരാണ് എന്ന് തെളിയിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് കൈമാറാനാണ് ഗീത IAS-ൻ്റെ ശ്രമം. ഒരുപക്ഷെ അവരുടെ ജീവന് തന്നെ ആപത്താവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. കാരണം ഏത് രീതിയിലും കളക്ടറും ദിവ്യയും പെട്ടാൽ കണ്ണൂരിൽ പിന്നെ CPIM ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ജനങ്ങൾ സത്യം തിരിച്ചറിയും. ജനങ്ങൾ ഈ ജില്ലാ പഞ്ചായത്തിലെ നെറുകേടുകളെക്കുറിച്ചും അനധികൃത ക്വാറികളെക്കുറിച്ചും അവരുടെ വലിയ തോതിൽ വളർത്തുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ, CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇതിനു വേണ്ടി മാത്രം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവർ എല്ലാ തരത്തിലും നവീൻ ബാബുവിനെ ടാർഗറ്റ് ഇട്ടിരുന്നു. ഒടുങ്ങാത്ത പകയായിരുന്നു നവീൻ ബാബുവിനോട് അരുൺ K. വിജയൻ ഉണ്ടായിരുന്നതെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതായി നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൽ പോലും തിരിമറി കാണിക്കാൻ ഇവർ കൂട്ടുനിന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണെന്ന് പ്രവീൺ ബാബു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഗീത IAS-ൻ്റെ ധീരോദാത്തമായ ഈ തീരുമാനം പകുതി വഴിക്ക് വെച്ച് നിന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിശ്വാസ്യത ജനങ്ങൾക്ക് ബോധ്യപ്പെടാനും കോടതിക്ക് ബോധ്യപ്പെടാനും വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ അന്വേഷണം ഏറ്റെടുക്കണം എന്ന അഭ്യർത്ഥന വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുകയാണ്.